നമസ്കാരം. പ്രധാന വാർത്തകളുമായി അവർ ടി വി 24/7. മുഹമ്മദ് ബിൻ റാഷിദ് ഈദ് അൽ ഫിത്തറിന് ആശംസകൾ നേർന്നു. UAE വൈസ് പ്രസിഡന്റും പ്രധാനമന്ത്രിയും ദുബായ് ഭരണാധികാരിയുമായ ഹിസ് ഹൈനസ് ഷെയ്ഖ് മുഹമ്മദ് ബിൻ റാഷിദ് അൽ മക്തൂം, ദുബായ് ഫസ്റ്റ് ഡെപ്യൂട്ടി ഭരണാധികാരിയും ഡെപ്യൂട്ടി പ്രധാനമന്ത്രിയും ധനകാര്യമന്ത്രിയുമായ ഹിസ് ഹൈനസ് ഷെയ്ഖ് മക്തൂം ബിൻ മുഹമ്മദ് ബിൻ റാഷിദ് അൽ മക്തൂം, ദുബായ് രണ്ടാം ഡെപ്യൂട്ടി ഭരണാധികാരി ഹിസ് ഹൈനസ് ഷെയ്ഖ് അഹമ്മദ് ബിൻ മുഹമ്മദ് ബിൻ റാഷിദ് അൽ മക്തൂം എന്നിവരുടെ സാന്നിധ്യത്തിൽ തിങ്കളാഴ്ച സാബിൽ മജ്ലിസിൽ ഈദ് അൽ ഫിത്തർ ദിനത്തിൽ ആശംസകൾ നേർന്നു. അമ്മയുടെ വിയോഗത്തിൽ ഉമ്മൽ ഖുവൈൻ ഭരണാധികാരിക്ക് മുഹമ്മദ് ബിൻ റാഷിദ് അനുശോചനം രേഖപ്പെടുത്തി. ദുബായ് ഭരണാധികാരിയും വൈസ് പ്രസിഡന്റും പ്രധാനമന്ത്രിയുമായ ഹിസ് ഹൈനസ് ഷെയ്ഖ് മുഹമ്മദ് ബിൻ റാഷിദ് അൽ മക്തൂം, ഉമ്മൽ ഖുവൈൻ ഭരണാധികാരിയുമായ ഹിസ് ഹൈനസ് ഷെയ്ഖ് സൗദ് ബിൻ റാഷിദ് അൽ മുല്ലയ്ക്ക് അനുശോചനം രേഖപ്പെടുത്തി. അദ്ദേഹത്തിന്റെ മാതാവ് പരേതയായ ഷെയ്ഖ് ഹെസ ബിൻ ഹമീദ് ബിൻ അബ്ദുൾ റഹ്മാൻ അൽ ഷംസിയുടെ നിര്യാണത്തിൽ അദ്ദേഹം അനുശോചനം രേഖപ്പെടുത്തി. കേരളത്തിലെ 2 സെക്ടറുകളിലേക്ക് സർവീസുകളില്ല. പെരുന്നാൾ വിഷു കാലത്ത് ഒമാനിലെ പ്രവാസികൾക്ക് ഇക്കുറിയും യാത്രാ ദുരിതം. സലാലയിൽ നിന്നും കണ്ണൂരിലേക്കും തിരുവനന്തപുരത്തേക്കുമുള്ള എയർ ഇന്ത്യ എക്സ്പ്രസ് സർവീസുകൾ പുനരാരംഭിക്കാത്തത് പ്രവാസികളെ ദുരിതത്തിലാക്കുന്നു. ഇസ്രായേൽ പൗരന്റെ കൊലപാതകം, അബുദാബിയിൽ 3 പേർക്ക് വധശിക്ഷ. ഇസ്രായേൽ മോൾഡോവ പൗരൻ സീക്കോഗന്റെ കൊലപാതകത്തിൽ അബുദാബി ഫെഡറൽ കോടതി 3 പേർക്ക് വധശിക്ഷ വിധിച്ചു. പ്രതിപട്ടികയിലെ 4-മന് ജീവപര്യന്തം തടവും വിധിച്ചു. കൊലപാതകത്തിലെ തീവ്രവാദ സ്വഭാവം കണക്കിലെടുത്താണ് കോടതിയുടെ ഏകകണ്ഠമായ വിധി. സിഗോഗനെ തട്ടിക്കൊണ്ടുപോയി കൊലപ്പെടുത്തിയതായി 4 പ്രതികളും കുറ്റസമ്മതം നടത്തിയിരുന്നു. പരമ്പരാഗത ജൂത വിഭാഗത്തിന്റെ പ്രതിനിധിയായിരുന്നു സിഗോഗൻ. വഖഫ് ഭേദഗതി ബിൽ നാളെ ലോക്സഭയിൽ. 8 മണിക്കൂർ ചർച്ച. അംഗങ്ങൾക്ക് വിപ്പ് നൽകാൻ ഭരണപക്ഷം. വിവിധ ജില്ലകളിൽ ഇടിമിന്നലോട് കൂടിയ മഴ, ശക്തമായ കാറ്റ്, ആശങ്കയായി ഉരുൾപൊട്ടൽ മുന്നറിയിപ്പും. വിസ്മയിപ്പിക്കുന്ന ഹിമാലയം, സുന്ദരമായ ഇന്ത്യ, ബഹിരാകാശ നിലയത്തിൽ നിന്നുള്ള കാഴ്ചകളെക്കുറിച്ച് സുനിത വില്യംസ്. വിസ്മയകരം, മറ്റൊരു വിധത്തിൽ വിശേഷിപ്പിക്കാനാകില്ല എന്നാണ് സുനിത വില്യംസിന്റെ മറുപടി. അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിലിരുന്ന് ഓരോ തവണ ഹിമാലയത്തിന് മുകളിലൂടെ കടന്നു പോകുമ്പോൾ ബുച്ച് വിൽമോർ ചിത്രങ്ങൾ പകർത്തുമായിരുന്നു. അവയെല്ലാം തന്നെ അതിമനോഹരമായിരുന്നുവെന്നും സുനിത വില്യംസ് പറഞ്ഞു. വിർച്വൽ അറസ്റ്റ്, 80കാരനെ കബളിപ്പിച്ച് 30 ലക്ഷം തട്ടിയ മലപ്പുറം സ്വദേശികൾ പിടിയിൽ. കള്ളപ്പണം വെളുപ്പിക്കാൻ ആധാർ കാർഡ് ഉപയോഗിച്ചെന്ന് ഭീഷണിപ്പെടുത്തി വയോധികനെ വെർച്വൽ അറസ്റ്റ് ചെയ്ത് 30 ലക്ഷം രൂപ തട്ടിയെടുത്ത കേസിൽ മലപ്പുറം സ്വദേശികളായ 2 യുവാക്കൾ പിടിയിൽ. കൊണ്ടോട്ടി മേലങ്ങാടി പാണ്ഡികശാല വീട്ടിൽ ഫയീസ് ഫവാദ് 21 വയസ്സ്, മോങ്ങം പുളക്കുന്ന് വീട്ടിൽ അസിമുൽ മുജസ്സിൻ 21 വയസ്സ് എന്നിവരെയാണ് എറണാകുളം സൗത്ത് പോലീസ് പിടികൂടിയത്. മ്യാൻമാർ ഭൂചലനം, മരണസംഖ്യ 2719 കടന്നു. മാർച്ച് 28-ന് മ്യാൻമാറിലുണ്ടായ ശക്തമായ ഭൂകമ്പത്തിൽ മരിച്ചവരുടെ എണ്ണം 2719 ഉയർന്നു. 4521 പേർക്ക് പരിക്കേറ്റ് 441 പേരെ കാണാതെയായി. പാചകത്തിനിടെ ഗ്യാസ് സിലിണ്ടർ പൊട്ടിത്തെറിച്ചു. UAEയിൽ മലയാളിക്ക് ദാരുണാന്ത്യം. കൊല്ലം ഓയൂർ റോഡുവിള പുത്തൻ വീട്ടിൽ ഇർഷാദാണ് മരിച്ചത്. 50 വയസ്സായിരുന്നു. റാസൽ ഖൈമയിൽ താമസ സ്ഥലത്തെ ഫ്ളാറ്റിൽ പാചകത്തിന്റെ സിലിണ്ടർ പൊട്ടിത്തെറിച്ചാണ് അപകടമെന്നാണ് ബന്ധുക്കൾക്ക് വിവരം ലഭിച്ചത്. 2 ആഴ്ചയായി ചികിത്സയിലായിരുന്നു. പോകാം നമുക്ക് സ്പോർട്സ് വാർത്തയിലേക്ക്. IPLൽ മുംബൈ ഇന്ത്യൻസിന് സീസണിലെ ആദ്യ ജയം. കൊൽക്കത്തയെ തകർത്തു. IPLൽ ഇന്ന് ലക്നൗ സൂപ്പർ ജയൻസ് പഞ്ചാബ് കിങ്സ് പോരാട്ടം. ലെവൻഡോവ്സ്കിക്ക് ഇരട്ട ഗോൾ. ജിറോണയെ 4-1 തകർത്ത് ബാഴ്സലോണ. ലാ ലിഗയിൽ റയലിനെ പിന്തള്ളി 1-മത്. T20യിൽ നിന്ന് വിരമിച്ചെങ്കിലും രോഹിത്തും കോഹ്ലിയും A+ൽ തുടരും. വാർഷിക വരുമാനം 7 കോടി രൂപ. അന്ന് വിഘ്നേഷ്, ഇന്ന് അശ്വിനി. പുത്തൻ താരങ്ങളെ കണ്ടെത്തുന്നതിന്റെ തന്ത്രം വെളിപ്പെടുത്തി പാണ്ഡ്യ. ഇന്നത്തെ വാർത്തകൾ ഇവിടെ അവസാനിക്കുന്നു. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളുമായി വീണ്ടും കാണാം. This news brought to you by Lucky Center and Lucky Department Store, Ajjuman.